പാതിവില തട്ടിപ്പിൽ CPIയും പ്രാദേശിക നേതാക്കളും പ്രതികൾ. കായംകുളം നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ ഷമിമോൾ, കായംകുളം എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയ എന്നിവരെയാണ് പ്രതി ചേർത്തത്. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഇത്തരത്തിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പങ്കുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ CPIയും പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ട്, അവരെ പ്രതി ചേർക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ. മേഘന, ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് കായംകുളത്തും മറ്റൊന്ന് മണ്ണഞ്ചേരിയിലുമാണ്. ഈ കായംകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പരാതികളിലാണ് നിലവിൽ 2 പ്രാദേശിക CPI നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ കായംകുളം നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ ഷെമിമോൾക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ 3 കേസുകളാണ്. അതായത് 3 പരാതിയിൽ 3 FIRലും 2-ാം പ്രതി ഷെമിമോളാണ്. മറ്റൊന്ന് അനന്തകൃഷ്ണൻ തന്നെയാണ് 1-ാം പ്രതി. മറ്റൊന്ന് കായംകുളം എരുവ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള CPIയുടെ പ്രാദേശിക നേതാവ് നാദിയക്കെതിരെ ഒരു കേസ്, അതായത് ഒരാൾ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിൽ FIRൽ പറയുന്ന വിശദാംശങ്ങൾ, ഇവർ ഈ 60,000 രൂപയോളം തുക ഈ പാതി വിലയ്ക്ക് വാഹനം നൽകുന്നു എന്ന പേരിൽ വാങ്ങി, അത് മനഃപൂർവ്വമായി കബളിപ്പിക്കാൻ വേണ്ടി തന്നെ എന്ന ഉദ്ദേശത്തോടുകൂടി, വഞ്ചിക്കുക എന്ന ഉദ്ദേശത്തോട് ഇതിന് വാങ്ങി എന്നാണ് FIRൽ പറയുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുൻപ് കായംകുളത്ത് ഒരു വ്യാജ ഒരു സൊസൈറ്റി രൂപീകരിച്ചു ശേഷമായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രതിഭ MLA ആയിരുന്നു കായംകുളത്ത് ഇതിന്റെ ഈ ഉദ്ഘാടനം നടത്തി. പക്ഷേ MLA വിവരങ്ങളൊന്നും അറിയാതെയാണ് ഈ ഉദ്ഘാടനം നടത്തിയത്. പലപ്പോഴും പല നേതാക്കന്മാരെയും ഇതുപോലെ കരുവാക്കിയിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തും. പക്ഷെ ഇവിടെ ഈ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ഈ നാദിയയ്ക്കും ഒപ്പം തന്നെ എരുവലൊക്കെ ഈ വാർഡ് കൗൺസിലറായിട്ടുള്ള ഷെമിമോൾക്കും ഈ വിവരം അറിയാമായിരുന്നു എന്നാണ് കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നത്. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.